നമസ്കാരം. CMRL കേസിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ നൽകാത്ത സേവനത്തിന് CMRL പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഓരോരുത്തരും ഓരോ കോടതിയിൽ പരാതി നൽകുകയാണ് എന്നും പരാതി തീർപ്പാക്കിയാലും പുതിയ പരാതി വരുമെന്നും സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി വാദിച്ചു. ഒരാളെ അവസാനം വരെ വേട്ടയാടുകയാണ് പതിവ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന പേരിൽ എങ്ങനെയാണ് കമ്പനി സേവനം നൽകിയില്ല എന്ന് പറയാനാവുക? ചില സേവനങ്ങൾ പ്രത്യക്ഷത്തിലുള്ളതാകണം എന്നില്ല. അതിന്റെ പേരിൽ സേവനമേ ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെയാണ് പറയുകയെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിച്ചു. വസ്തുതകളില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് CMRL MD ശശിധരൻ കർത്തയ്ക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ V വിജയഭാനു വാദിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ അനുകൂലമായ ഉത്തരവുകൾ CMRL നൽകിയെന്നാണ് പറയുന്നത്. എന്നാൽ 10 പൈസയുടെ ഗുണം കിട്ടിയിട്ടില്ല എന്നും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നും അറിയിച്ചു. ഖനനത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വസ്തുതയുമില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നും വ്യക്തമാക്കി. മാസപ്പടി കേസിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം വസ്തുതകളൊന്നും ചൂണ്ടിക്കാട്ടാനാകുന്നില്ല എന്ന് CMRL ചൂണ്ടിക്കാട്ടി. വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന വസ്തുതയില്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറയാനാവുന്നത് എങ്ങനെയാണ്? കമ്പനിക്കെതിരായ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാനാവുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ കമ്പനിക്ക് അനുകൂലമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചു എന്നാണ് ആരോപണം. എന്നാൽ എല്ലായിടത്തും തടസ്സമല്ലാതെ 10 പൈസയുടെ ഗുണം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നും CMRL അഭിഭാഷകൻ വാദിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് K ബാബു പരിഗണിച്ചത്. ഹർജി നൽകിയ ശേഷം ഹർജിക്കാരൻ മരിച്ചിരുന്നു. സമാന ആവശ്യമുന്നയിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്.